സർവ്വ ദുരിതങ്ങളും നീങ്ങാൻ ഭദ്രകാളി 10 ചൊല്ലുക. ഭദ്രത അഥവാ സുരക്ഷ നൽകുന്ന മാതാവാണ് ഭദ്രകാളി. ശരണം ഗമിപ്പോർക്കെല്ലാം രോഗശമനം, ദാരിദ്ര്യ ദുഃഖശമനം, മൃത്യുഭയത്തിൽ നിന്നുള്ള മോചനം ഇവ നൽകുന്ന ആശ്രയ സാന്നിധ്യമാണ് ഭദ്രകാളി ദേവി. 8 തൃക്കൈകളാലും അനുഗ്രഹം ചൊരിയുന്ന മൂർത്തിയായി കാളി ഉപാസകർ ദേവിയെ കാണുന്നു. ഘോരരൂപിണിയായി ദേവിയെ തോന്നും എങ്കിലും ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന മാതൃവാത്സല്യമാണ്. ഭക്തർക്ക് അനുഭവവേദ്യമാക്കി തരുന്ന അമ്മയാണ് കാളീദേവി. ഭദ്രകാളി 10. കണ്ടേ കാളി മഹാകാളി കാളനീരദവർണിനി കാളകണ്ഠാത്മജാതേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ദാരുകാദി മഹാദുഷ്ട ദാനവൗഘാനിഷൂദനേ ദീനരക്ഷണദക്ഷേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ചരാചര ജഗന്നാദി ചന്ദ്രസൂര്യാഗ്നിലോചനേ ചാമുണ്ടേ ചണ്ഡമുണ്ടേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. മഹേശ്വര്യപ്രദേ ദേവി മഹാത്രിപുരസുന്ദരീ മഹാവീര്യേ മഹേശി ശ്രീ ഭദ്രകാളി നമോസ്തുതേ. സർവവ്യാധിപ്രശമനീ സർവമൃത്യുനിവാരിണി സർവമന്ത്രസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. പുരുഷാർത്ഥപ്രദേ ദേവി പുണ്യഫലപ്രദേ പരബ്രഹ്മസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ഭദ്രമൂർത്തേ ഭഗാരാധി ഭക്തസൗഭാഗ്യദായികേ ഭവസങ്കടനാശേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. നിസ്തുലേ നിഷ്കളേ നിത്യേ നിരാപായേ നിരാമയേ നിത്യശുദ്ധേ നിർമ്മലേ ശ്രീ. പ്രത്യേകമായി കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ മനസ്സിൽ ഭയം നിറയുക, തുടർച്ചയായ രോഗദുരിതം പിന്തുടരുക, ന്യായമായി ആർജിച്ച ധനം ചോർന്നു പോവുക, അതേപോലെ കുടുംബ കലഹം, അങ്ങനെയുള്ള സ്വസ്ഥതകൾ നശിക്കുക തുടങ്ങി ഒട്ടനവധി സന്ദർഭങ്ങളിൽ ജപിക്കുവാനുള്ള ഒരു സഹായ സ്തോത്രമാണ് ഭദ്രകാളി 10. 10 ശ്ലോകങ്ങൾ ഉള്ള കാളി സ്തോത്രമാണിത്. വീട്ടിലോ ക്ഷേത്രത്തിലോ ഇരുന്ന് ജപിക്കാം. വീട്ടിൽ ജപിക്കുന്നവർ ദേഹശുദ്ധിയോടുകൂടി നിലവിളക്കു കത്തിച്ചു വെച്ച് സ്വസ്ഥമായിരുന്ന് ജപിക്കുക.